ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12ൻ്റെ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, റോ ട്രാൻസ്ഫോർമേഷനും കോളം ട്രാൻസ്ഫോർമേഷനും. അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 പ്രോബ്ലംസും നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് അടുത്ത പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. Let a equal to 2, 4, minus 1, 1. അതിൻ്റെ a part, apply the elementary operation r1 changes to r1 by 2 in the matrix A, and the b part, find the inverse of a using elementary transformation. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അതിലിത് ഈ ഒരു സ്റ്റെപ്പ് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മളുടെ എ പാർട്ട്. ബി പാർട്ട് എന്താണ്? ഈ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന മെട്രിക്സ് നമുക്ക് എടുത്തെഴുതാം. എ ഈക്വൽ 2, 4, minus 1, 1. പിന്നെ ഇതിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. റോ ട്രാൻസ്ഫോർമേഷൻ എന്നോ കോളം ട്രാൻസ്ഫോർമേഷൻ എന്നോ എടുത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുള്ളത്. ഇതിന് മുൻപ് നമ്മളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് നമ്മൾ എടുത്തെഴുതി. 2, 4, minus 1, 1. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ എഴുതണമെന്ന് പറഞ്ഞു. എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. ഫസ്റ്റ് സ്റ്റെപ്പാണ് എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എന്ന് എഴുതുക. അതിൽ ഈ എയുടെ സ്ഥാനത്ത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് എഴുതുക. 2, 4, minus 1, 1 ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് എന്താ എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ അതേ ഓർഡർ വരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇത് 2 by 2 ആണ് ഓർഡർ. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് 2 by 2ൻ്റെ 1, 0, 0, 1 ഇൻറ്റു എ, അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഇതിനെ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് റോ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇത് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കാം. എന്താണ്? r1 ചേഞ്ചസ് ടു r1 by 2. r1നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? r1ലെ എലമെൻറ്റുകളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ r1 ചേഞ്ചസ് ടു r1 by 2. അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അപ്പോൾ റോ 1നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റോ 2ന് മാറ്റമുണ്ടോ? ഇല്ല. അത് അങ്ങനെ തന്നെ എഴുതുക. -1, 1. അതേ ഓപ്പറേഷൻ തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യണമല്ലോ. അപ്പം എന്താണ്? റോ 1ലെ എലമെൻറ്റ് 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by 2. 0യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0. റോ 2ന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് 0, 1. എ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് 1 ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇതിനെ എന്താക്കാൻ പോവുക? 0 ആക്കാൻ പോവുക. അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ 2 മെട്രിക്സും കൂടെ ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ അതായത് r2 ചേഞ്ചസ് ടു r2 പ്ലസ് r1. ഓക്കെ, r2 ചേഞ്ചസ് ടു r2 ചേഞ്ചസ് ടു r2 പ്ലസ് r1. ഇതാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ r2 റോ 2നാണ് മാറ്റം വരുന്നത്. റോ 1ന് മാറ്റമൊന്നുമില്ല. അപ്പോൾ റോ 1ലെ എലമെൻറ്റ് അങ്ങനെ തന്നെ എഴുതുക. 1, 2. ഇനി റോ 2ലെ ഫസ്റ്റ് എലമെൻറ്റ് -1 ആണ്. അത് r1 ആയ 1ഉമായിട്ട് പ്ലസ് ചെയ്യുമ്പോൾ -1 + 1 അത് 0 ആയിട്ട് മാറും. അടുത്ത എലമെൻറ്റ് ഇവിടെ ഈ സ്ഥാനത്ത് വരുന്നത് 1 ആണ്. അത് റോ 1ലെ എലമെൻറ്റായിട്ട് ആഡ് ചെയ്യുമ്പോൾ 2 + 1 അത് 3 ആയിട്ട് മാറും. അതേ ഓപ്പറേഷൻ തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യണം. റോ 1ന് മാറ്റമൊന്നുമില്ല. അപ്പോൾ റോ 1 എന്താ? 1 by 2, 0. റോ 2 അല്ലേ? അതായത് r2 പ്ലസ് r1. അപ്പം r2 ഈ പൊസിഷനിൽ കിടക്കുന്നത് 0 ആണ്. r1ഉമായിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 + 1 by 2, 1 by 2. ഈ പൊസിഷനിൽ കിടക്കുന്നത് 1 ആണ്. അപ്പോൾ 1 + 0 ഈസ് എന്ത് വരും? 1 തന്നെ അല്ലേ? 1 + 0 ഈസ് 1. എ അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ നമ്മളുടെ എലമെൻറ്റുകൾ ഇവിടെ 1 ആയി, ഇവിടെ 0 ആയി. ഇനി അടുത്തത് നമുക്ക് ഇതിനെ ആക്കണം. ഇതിനെന്താക്കണം? 1 ആക്കണം. അപ്പോൾ 3യെ 1 ആക്കാൻ എന്ത് ചെയ്യണം?
3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പം നിങ്ങൾ നോക്കണം റോ ട്രാൻസ്ഫോർമേഷനിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന എലമെൻറ്റുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി മാറ്റിയ എലമെൻറ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഈ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആകും. 0യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 മാറുമോ? ഇല്ല, 0 തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? R2 തന്നെയാണ്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2/3. R2ലെ എലമെൻറ്റുകളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം റോ 1ന് മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. 1 2. ഇനി 0 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെ. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു. അതേ ഓപ്പറേഷൻസ് തന്നെ നമുക്ക് ഇപ്പുറത്തും ചെയ്യണം. റോ 1ന് മാറ്റമൊന്നുമില്ല, അപ്പോൾ അത് 1/2 0. ഇനി 1/2നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? അപ്പോൾ നോക്കിക്കേ, 1/2നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിയേ ഡിനോമിനേറ്ററിൻ്റെ ഈ 2, അതായത് ഈ 2 നേരെ താഴോട്ട് വരില്ലേ അല്ലേ? അപ്പം ഈ 2 നേരെ താഴോട്ട് വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പോൾ 3 × 2 എന്തായിട്ട് മാറും? അത് 6 ആയിട്ട് മാറും. അപ്പോൾ 1/2/3 എന്ന് പറയുന്നത് എന്താകും? 1/6 ആകും. പിന്നെയുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1/3 ആയിട്ട് മാറും. ക്ലിയർ? ഇവിടെ എ അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? ഇവിടെ 1 ആയി, 0 ആയി, ഇവിടെ 1 ആയി. ഇനി അടുത്ത് ഈ 2നെ എന്താക്കണം? ഈ 2നെ നമുക്ക് 1 ആക്കണം, 0 ആക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് റോ 1ലാണുള്ളത്, അതുകൊണ്ട് R1 ചേഞ്ചസ് ടു R1 മൈനസ് 2R2. അതായത് ദേ ഈ റോ 2ൽ കിടക്കുന്ന ഈ 1 കണ്ടോ? ഈ 1നെ, അതായത് ഇതിനെ നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താകും? 2 ആകും. ആ 2നെ ഈ 2 ആയിട്ട് മൈനസ് ചെയ്യുമ്പോഴാണ് ഇവിടെ 0 ആയി മാറുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എടുത്തത്. R1 ചേഞ്ചസ് ടു R1 മൈനസ് 2R2. R2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് R1ഉമായിട്ട് മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2R2, അതായത് ആദ്യം 2R2 കണ്ടുപിടിക്കുക. അപ്പോൾ 0 × 2 0. അപ്പോൾ 1 മൈനസ് 0 എന്ത് തന്നെ വരും? 1 തന്നെ വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 1 × 2 2. അപ്പോൾ 2 മൈനസ് 2 0. കണ്ടോ? അങ്ങനെയാണ് ഇത് മാറുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെൻറ്റുകൾ 1 0 ആയില്ലേ? സെക്കൻഡ് റോയ്ക്ക് മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതുക. 0 1 ഈക്വൽ ടു. ഇവിടെ നോക്കിക്കേ, 1/6നെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/6 × 2 എന്ന് പറയുന്നത് എന്താ? 2/6 അല്ലേ? ഇനി അത് 1/2ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 1/2 മൈനസ് 2/6. ഓക്കെ, ഒന്നെങ്കിൽ LCM എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് LCM തന്നെ എടുക്കാം. അതായത് 6 ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്തായി മാറും? 3/6 ആയിട്ട് മാറും. 3/6 മൈനസ് 2/6 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ മതി. 3 മൈനസ് 2 is 1. അപ്പോൾ ഇവിടെ 1/6 എന്ന് വരും. കണ്ടോ? ഇനി അടുത്തത് 1/3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2/3 അല്ലേ കിട്ടുന്നത്? ഇനി അത് 0ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 0 മൈനസ് 2/3 is മൈനസ് 2/3. അപ്പോൾ ഇവിടെ എത്ര വരും? മൈനസ് 2/3. ഇനി R2ന് മാറ്റമുണ്ടോ? ഇല്ല. അത് അങ്ങനെ തന്നെ എഴുതുക. 1/6 1/3 ഇൻറ്റു A. നോക്കിക്കേ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സ് കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലൊരു മെട്രിക്സ് കിട്ടി. അപ്പോൾ അതിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? എയും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/6 മൈനസ് 2/3 1/6 1/3. ഇതാണ് നമ്മളുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ചോദ്യം നമ്മളുടെ എക്സാമിന് ഓൾറെഡി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് 2x2 മെട്രിക്സ് ചോദിക്കുള്ളൂ. 3x3 കടക്കാൻ സാധ്യതയില്ല. കാരണം അത് ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 3x3 മെട്രിക്സിലോട്ടൊന്നും പോകത്തില്ല. 2x2 മാക്സിമം 2x2 ആയിരിക്കും എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസും പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള മിസ്ലേനിയസ് എക്സസൈസിലും അതുപോലെ തന്നെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ സെക്ഷനിൽ എക്സസൈസ് ഉണ്ടാവുമല്ലോ, അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അത്ര കൺഫ്യൂസിങ് ആയിട്ടുള്ളതല്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ എന്ത് ചെയ്താൽ അടുത്ത മെട്രിക്സ് നമുക്ക് ഐഡൻറ്റിറ്റി ആക്കാം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിലൊന്ന് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം, അതായത് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്